ഹജ്ജ് കർമ്മം നിർവഹിച്ച ഒരു സ്ത്രീ. അന്ന് മുസ്ദലിഫയിൽ വെച്ച് അവർക്ക് നമസ്കരിക്കാൻ വെള്ളം കിട്ടിയില്ല, ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അവർ വെറുതെ നമസ്കരിക്കുന്നതായിട്ട് ആക്ഷൻ കാണിച്ചു. അവരെഴുതുകയാണ്, എനിക്ക് അന്ന് മുതൽ കുറ്റബോധം എന്നെ വേട്ടയാടുകയാണ്, എനിക്ക് ഹജ്ജ് ശരിയായി കിട്ടുമോ? ഞാൻ കാണിച്ചത് തെറ്റല്ലേ? നിങ്ങൾ കാണിച്ചത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ആ നമസ്കാരം എത്രയും പെട്ടെന്ന് മടക്കി നമസ്കരിക്കണം, അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും ചെയ്യണം. ഹജ്ജും ഇതുമായി ബന്ധമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം തയമ്മും ചെയ്യാൻ അറിയില്ലായിരുന്നു എന്നതാണ്. തയമ്മും ചെയ്യാൻ അറിയുമായിരുന്നുവെങ്കിൽ അവർക്ക് തയമ്മും ചെയ്താൽ മതിയായിരുന്നു. 2 കൈ മണ്ണിലടിക്കുക, ആ മണ്ണ് തട്ടിക്കളയുക, മുഖമൊന്ന് തടവുക, വീണ്ടും കൈ മണ്ണിലും സ്പർശിക്കുക, മണ്ണ് തട്ടിക്കളയുക, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയും ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയും മുഴുവൻ തടവുക. ഇതാണ് തയമ്മും. ഒന്നൊരു വെള്ളം കിട്ടാതെ വരുമ്പോൾ, വലിയ അശുദ്ധിയുണ്ട്, കുളിക്കാൻ വെള്ളം കിട്ടാതെ വരുമ്പോൾ, അതല്ലെങ്കിൽ വെള്ളമുണ്ട്, രോഗം കാരണം ഉപയോഗിക്കാൻ സാധ്യമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ തയമ്മും ചെയ്യാൻ പഠിച്ചിരിക്കണം. ഹജ്ജിന് പോകുന്നവർ നിർബന്ധമായിട്ടും തയമ്മും പഠിക്കണമെന്ന് എല്ലാ ക്ലാസ്സുകളിലും ഉസ്താദന്മാർ പറയാനുള്ള കാരണം അതാണ്. തയമ്മും പഠിക്കാത്തതിൽ പറ്റിയ കുഴപ്പമാണ്. തയമ്മും ചെയ്യാൻ അറിയാമായിരുന്നുവെങ്കിൽ അവരുടൻ തന്നെ ആ നമസ്കാരം നിർവഹിക്കുകയും അവരുടൻ തന്നെ തയമ്മും ചെയ്ത നമസ്കാരം നിർവഹിക്കുകയും അങ്ങനെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുകയുമാണ് ചെയ്യേണ്ടത്. ഹജ്ജിന് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഹജ്ജും ഇതും വേറെ വേറെയാണ്.